ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും അന്തര്യാമിയായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശിവപുരാണം കഥ കേൾക്കാം. കഴിഞ്ഞ ദിവസം ഹനുമാവതാര കഥ എന്ന ഭാഗമാണ് കേട്ടുകൊണ്ടിരുന്നത്. അത് മുഴുവനായിരുന്നില്ല. അതിൻ്റെ തുടർച്ച ഇന്നത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം. അതിനു മുൻപായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. ഓം നമഃ ശിവായ. ഹനുമാവതാര കഥ തുടർച്ച. അഞ്ജനയുടെ അഭിപ്രായം എല്ലാ അർത്ഥത്തിലും ഉചിതമാണെന്ന് മനസ്സിലാക്കിയ കേസരി പറഞ്ഞു, പ്രിയേ, നിന്റെ അഭിപ്രായം വളരെ നന്മ ചെയ്യുന്നതാണ്. ശ്രീ ശങ്കരനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ആഗ്രഹം എന്തു തന്നെയായാലും ആ കാരുണ്യമൂർത്തി സാധിച്ചു തരുന്നതാണ്. നമുക്ക് ഒരുമിച്ച് തപസ്സു ചെയ്ത് ശ്രീ പരമേശ്വരനെ പ്രസന്നനാക്കി സന്താനലാഭം കൈവരിക്കാം. അങ്ങനെ ആ ദമ്പതിമാർ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട് കഠിനമായ തപസ് ആരംഭിച്ചു. അക്കാലത്ത് ശിവപാർവതിമാർ ക്രീഡാവനത്തിൽ പ്രവേശിച്ച് വാനരരൂപം ധരിച്ച് വൃക്ഷശിഖരങ്ങളിൽ സുഖിച്ച് വസിക്കുകയായിരുന്നു. അവരുടെ വിനോദങ്ങൾക്കിടയിൽ പാർവതി ഗർഭം ധരിച്ചു. വാനരഗർഭത്തെ ധരിക്കുന്നത് ദേവിക്ക് ബുദ്ധിമുട്ടായി. ദേവിയുടെ വിഷാദമറിഞ്ഞ ശ്രീ ശംഭു വായുഭഗവാനെ ക്ഷണിച്ചു വരുത്തി അതിനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. വളരെ കാലം പവനദേവൻ ആ ഗർഭവും പേറി സഞ്ചരിച്ചു. ഒരു ദിവസം അദ്ദേഹം ആ ദിവ്യാംശം നിറഞ്ഞ പാവന ഗർഭത്തെ സന്താനലാഭത്തിനായി ശിവനെ തപസ്സു ചെയ്യുന്ന അഞ്ജന എന്ന വാനര സ്ത്രീയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. പക്ഷേ സംഭവത്തിൻ്റെ ഗൗരവം മറ്റൊരു ദിശാമുഖം സ്വീകരിച്ചു. ശിവന്റെ വീര്യത്തിൽ നിന്നും ഒരു വാനരൻ ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞ നാരദമുനി ഇക്കാര്യം വാനര രാജാവായിരുന്ന ബാലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തൻ്റെ വാനരാധിപത്യം നഷ്ടപ്പെടുമെന്ന് ബാലി ഭയന്നു. അയാൾ ചിന്താധീനനായി. അവസാനം ഒരു കടുംകൈ പ്രവർത്തിക്കാൻ തന്നെ ബാലി തീരുമാനിച്ചു. പഞ്ചലോഹം ഉരുക്കി അയാൾ അഞ്ജനയുടെ ഗർഭത്തിൽ ഒഴിച്ചു. പരബ്രഹ്മ നിശ്ചയത്തെ ലംഘിക്കാൻ ആർക്കാണ് കഴിയുക? ഓംകാരപ്പൊരുളായ ശ്രീ രുദ്രഭഗവാന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അഞ്ജനയുടെ ഗർഭം നശിപ്പിക്കാൻ ബാലി ഉരുക്കിയൊഴിച്ച പഞ്ചലോഹ ദ്രാവകം ഗർഭസ്ഥ ശിശുവിന് കർണാഭരണമായിട്ടാണ് ഭവിച്ചത്. കാലം അനുകൂലമായപ്പോൾ അഞ്ജന കർണാഭരണത്തോടു കൂടിയ ഒരു വാനര ബാലനെ പ്രസവിച്ചു. അതോടെ ശാപമോക്ഷം കിട്ടിയ അഞ്ജന നഭോമണ്ഡലത്തിലേക്ക് ഉയർന്നു മറഞ്ഞു. പ്രകാശപൂരിതമായി ആകാശത്ത് നിലകൊള്ളുന്ന സൂര്യബിംബം കണ്ട കുട്ടിക്കുരങ്ങൻ ഏതോ വിശിഷ്ടമായ പഴമാണെന്ന് ധരിച്ച് അത് പറിച്ചു തിന്നുവാനുള്ള ആഗ്രഹത്തോടെ മുകളിലോട്ട് ചാടി. അവിടെ ഐരാവതം എന്ന കൊമ്പനാനയെ കണ്ട് അതിനെ ഭക്ഷിക്കാനായി അതിൻ്റെ നേർക്കെടുത്തു. അത് കണ്ട് കോപാകുലനായ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ബാലനായ കുരങ്ങനെ മുറിവേൽപ്പിച്ചു. താടിയിൽ മുറിവേറ്റ കുരങ്ങൻ നിലം പതിച്ചു. ഹനു അഥവാ താടിയിൽ മുറിവേറ്റതിനാൽ ആ കുട്ടിക്കുരങ്ങൻ ഹനുമാൻ എന്ന പേരിൽ പ്രസിദ്ധനായി. തൻ്റെ പുത്രൻ്റെ ദയനീയ സ്ഥിതി കണ്ട വായുഭഗവാന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം വ്യസനാധിക്യത്തോടെ പുത്രനെ എടുത്തുകൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു. വായുദേവന്റെ അഭാവം കാരണം ജീവജാലങ്ങൾ നിശ്ചലരായി. ദേവന്മാർ ഒത്തുചേർന്ന് പാതാളത്തിൽ പോയി വായുദേവനെ അനുനയിപ്പിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. മാരുതദേവനോടൊപ്പം ദേവലോകത്തെത്തിയ ഹനുമാന് ദേവകൾ നിരവധി ദിവ്യശക്തികൾ പ്രദാനം ചെയ്തു. ഒരു ദിവസം ഹനുമാനെ വിദ്യകൾ അഭ്യസിപ്പിക്കാനായി ഒരു കാട്ടാളൻ വന്നു ചേർന്നു. എന്നാൽ ഹനുമാന്റെ പിതൃസ്ഥാനമുള്ള വീരകേസരി ആ കാട്ടാളൻ്റെ ശക്തി പരീക്ഷിച്ചറിയുന്നതിനു വേണ്ടി തീരുമാനിച്ചു. അവർ തമ്മിൽ നടന്ന മത്സരത്തിൽ വീരകേസരി പരാജയപ്പെട്ടു.
കാട്ടാള വേഷത്തിൽ വന്നത് ഹനുമാന്റെ പിതാവായ സാക്ഷാൽ പരമശിവൻ തന്നെയായിരുന്നു. അങ്ങനെ ഹനുമാൻ പിതാവായ ശ്രീ ശങ്കരനിൽ നിന്നും ആയോധന വിദ്യകളും മന്ത്രതന്ത്രങ്ങളും പഠിച്ചു. കൂടാതെ അദ്ദേഹം വാണി മാതാവായ സരസ്വതീ ദേവിയിൽ നിന്നും സംഗീതത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഹൃദിസ്ഥമാക്കി. അതോടെ അത്യന്തം ചേതോഹരമായ വിധത്തിൽ പാടാൻ പഠിച്ച ഹനുമാനോട് നാരദ മഹർഷിക്ക് കടുത്ത അസൂയ തോന്നി. ഹനുമാന്റെ സംഗീത വൈഭവം ഒന്ന് പരീക്ഷിച്ചറിയുവാൻ തീരുമാനിച്ച നാരദൻ ഭൂമിയിലെത്തി. എന്നാൽ ഹനുമാന്റെ സംഗീതത്തിൽ നാരദൻ അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ നാരദൻ തൻ്റെ നിസ്സാരതയെക്കുറിച്ചോർത്ത് ലജ്ജിച്ചു മടങ്ങി. പരബ്രഹ്മസ്വരൂപനായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെയും സരസ്വതി ദേവിയുടെയും കൃപ കൊണ്ടും അതുല്യങ്ങളായ വരദാനങ്ങൾ കൊണ്ടും ധന്യനായ ഹനുമാന്റെ സിദ്ധി വൈഭവങ്ങളെ പ്രശംസിക്കാതിരിക്കാൻ നാരദന് കഴിഞ്ഞില്ല. ഹനുമാന്റെ കഴിവിലും സാമർഥ്യത്തിലും മതിപ്പ് തോന്നിയ സൂര്യഭഗവാൻ ഹനുമാനെ വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിപ്പിച്ചു. പഠനം പൂർത്തിയാക്കിയ ശേഷം ഭയഭക്തി ബഹുമാനങ്ങളോടെ ഹനുമാൻ ഗുരുദേവനോട് ചോദിച്ചു, സമസ്ത ജീവജാലങ്ങളുടെയും അജ്ഞതയാകുന്ന അന്ധകാരത്തെ അകറ്റി പ്രകാശമാകുന്ന വിശേഷജ്ഞാനം പ്രദാനം ചെയ്യുന്ന സൂര്യദേവ, അവിടുത്തെ ശിഷ്യനായ ഞാനിതാ അങ്ങേക്ക് പ്രണാമം അർപ്പിക്കുന്നു. എൻ്റെ വിനീതമായ പ്രണാമം സ്വീകരിക്കുവാൻ കനിവുണ്ടാകണേ. മഹാപ്രഭാവനായ അങ്ങ് എന്നെ വേദശാസ്ത്രങ്ങൾ അഭ്യസിപ്പിച്ചതിലൂടെ ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ ഈ ശിഷ്യനിൽ നിന്നും എന്ത് ഗുരുദക്ഷിണയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാലും അവിടുത്തെ ഏതാജ്ഞയും നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഹനുമാന്റെ വിനയാന്വിതമായ വാക്കുകൾ കേട്ട സൂര്യഭഗവാൻ പ്രസന്നനായി. മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹനുമാൻ, നീ എൻ്റെ വാത്സല്യ ശിഷ്യനാണ്. ഗുരുത്വമുള്ള നീ എന്നിൽ നിന്നും പഠിച്ച വേദശാസ്ത്രങ്ങളെല്ലാം എന്നും നിന്നിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും. നിന്നെ എൻ്റെ ശിഷ്യനാക്കാൻ കഴിഞ്ഞത് ശ്രീ പരമേശ്വരൻ്റെ പരമമായ കൃപ കൊണ്ടാണെന്ന് ഞാൻ അറിയുന്നു. നീ എന്നും വീരശൂര പരാക്രമിയായി വിരാജിക്കുന്നതാണ്. എൻ്റെ പുത്രൻ സുഗ്രീവൻ്റെ സഹായിയായി നീ വർത്തിക്കണം. ഇതാണ് നിന്നിൽ നിന്നും ഞാൻ ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ. മറ്റൊന്നും നിന്നിൽ നിന്നും നാം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സൂര്യദേവൻ്റെ അനുഗ്രഹ ആശീസ്സുകളോടെ ഹനുമാൻ കിഷ്കിന്ധിയിലേക്ക് പോയി. യാത്രാമധ്യേ ഒരു കാട്ടാളനുമായി ഹനുമാൻ ഏറ്റുമുട്ടി. മുനിശാപത്തിന് പാത്രമായി തീർന്ന ഒരു ഗന്ധർവനായിരുന്നു ആ കാട്ടാള്. ഹനുമാന്റെ ശരമേറ്റതോടെ അയാൾ ശാപമോക്ഷത്തിലാകുകയും ചെയ്തു. മുനിമാരുടെ ശാപമേറ്റ് മുതലയായി തീർന്ന അംബാലികയ്ക്കും ഹനുമാൻ ശാപമോക്ഷം നൽകി അനുഗ്രഹിച്ചു. യാത്രാമധ്യേ കണ്ടുമുട്ടിയ സുഗ്രീവനോടൊപ്പം ഹനുമാൻ കിഷ്കിന്ധിയിൽ എത്തിച്ചേർന്നു. അവിടെ രാജാവായിരുന്ന ബാലിയെ ഹനുമാൻ പരിചയപ്പെട്ടു. ഋഷി മൂകാചലത്തിൽ ബാലിക്ക് പ്രവേശിക്കാൻ പാടില്ലെന്നതിൻ്റെ കാരണം സുഗ്രീവൻ ഹനുമാന് വിശദീകരിച്ചു കൊടുത്തു. ഹനുമാൻ കുറച്ചുനാൾ കിഷ്കിന്ധിയിൽ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ താമസിക്കുന്ന കാലത്ത് മായാവി എന്ന ഒരു രാക്ഷസൻ കിഷ്കിന്ധിയിൽ വന്നു. രാജാവായ ബാലിയെ അയാൾ പോരിന് വിളിച്ചു. അവർ തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിൽ പരാജിതനായ ബാലി സ്വരക്ഷാർത്ഥം ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബാലി പുറത്തു വന്നില്ല. മാത്രമല്ല, ഗുഹയിൽ നിന്നും പാലൊഴുകി വരുന്നത് കണ്ട് ബാലി മരിച്ചിട്ടുണ്ടാകുമെന്ന് ധരിച്ച സുഗ്രീവൻ ഗുഹാദ്വാരം അടച്ചു. പക്ഷേ ബാലി മടങ്ങി വന്നു. ഗുഹാദ്വാരം അടച്ചതിൽ പ്രകോപിതനായി തീർന്ന ബാലി സുഗ്രീവനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുകയും ഭീഷണിപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. അങ്ങനെ നാടുകടത്തപ്പെട്ട സുഗ്രീവൻ ബാലിക്ക് പ്രവേശനമില്ലാത്ത ഋഷിമൂകാചലത്തിൽ ശ്രീ ഹനുമാനോടൊപ്പം താമസമാക്കി. അക്കാലത്താണ് രാവണനാൽ മോഷ്ടിക്കപ്പെട്ട സീതാദേവിയെ തേടിയിറങ്ങിയ ശ്രീരാമചന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ അനുജനായ ലക്ഷ്മണനെയും ഹനുമാൻ കണ്ടത്. സീതാദേവിയെ കണ്ടെത്താൻ തങ്ങൾ സഹായിക്കാമെന്ന്
ഹനുമാനും സുഗ്രീവനും ഉറപ്പുകൊടുത്തു. പ്രത്യുപകാരമായി സുഗ്രീവൻ്റെ ശത്രുവായ ബാലിയെ വധിക്കാമെന്ന് ഭഗവാനും വാക്കുകൊടുത്തു. ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഉറപ്പിനുമേൽ സുഗ്രീവൻ ബാലിയെ പോരിനു വിളിച്ചു. അവർ തമ്മിൽ വീറോടും വാശിയോടും കൂടി ഉഗ്രപോരാട്ടം നടന്നു. ഒടുവിൽ ശ്രീരാമൻ്റെ സഹായത്തോടെ സുഗ്രീവൻ ബാലിയെ വധിക്കുകയും അങ്ങനെ അദ്ദേഹം കിഷ്കിന്ധിയുടെ രാജാവാകുകയും ചെയ്തു. ഹനുമാൻ മന്ത്രിയായി. പക്ഷേ രാജകീയ സുഖങ്ങളിൽ മുഴുകിയ സുഗ്രീവൻ തനിക്ക് രാജകീയ സ്ഥാനം നൽകിയ ഭഗവാന്റെ കാര്യം മറന്നു. അതിനാൽ ഒരു ദിവസം ലക്ഷ്മണൻ കൊട്ടാരത്തിലെത്തി സുഗ്രീവനോട് കർത്തവ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. കുറ്റബോധം തോന്നിയ സുഗ്രീവൻ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനായി തയ്യാറെടുത്തു. ശ്രീരാമൻ്റെ കയ്യിൽ നിന്നും ഹനുമാൻ അടയാളമായി ഒരു മോതിരവും വാങ്ങിക്കൊണ്ട് സീതാദേവിയെ തേടി പുറപ്പെട്ടു. വനത്തിലെത്തിയ വാനര സൈന്യം മയൻ്റെ കാഞ്ചന നഗരത്തിലേക്ക് പോയി. അവിടെ വെച്ച് ശ്രീ ഹനുമാൻ സ്വയംപ്രഭ എന്ന ദേവനർത്തകിയെ കണ്ടു. ശ്രീ ഹനുമാൻ അവൾക്ക് ശാപമോക്ഷം നൽകി അനുഗ്രഹിച്ചു. സമുദ്രതീരത്തെത്തിയ അവർ സമ്പാദിയെ കണ്ടുമുട്ടി. സീതാദേവി ലങ്കയിലെ അശോകവനത്തിലുണ്ടെന്ന വിവരം സമ്പാദി വെളിപ്പെടുത്തി. സമ്പാദിയിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ശ്രീ ഹനുമാൻ 1000 യോജന വിസ്താരമുള്ള മഹാസാഗരം ചാടിക്കടന്ന് ലങ്കയിലെത്തി. അശോകവനികയിൽ ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയെ കണ്ടപ്പോൾ താൻ ശ്രീരാമദൂതനാണെന്ന് ദേവിയെ അറിയിക്കുകയും അത് സ്വീകരിക്കുന്നതിനായി ഭഗവാൻ അടയാളമായി കൊടുത്തയച്ച മോതിരം ദേവിയെ കാണിക്കുകയും ചെയ്തു. അതുകണ്ട സീതാദേവി ബാഷ്പാകുല നേത്രങ്ങളോടെ ഭഗവാന്റെ വിശേഷങ്ങൾ ഹനുമാനോട് ചോദിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഭഗവാൻ ശ്രീരാമൻ രാമേശ്വരത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. രാവണൻ്റെ വിശ്വസ്തകളായ രാക്ഷസികളുടെ നിയന്ത്രണത്തിൽ കാരാഗൃഹത്തിൽ എന്ന പോലെ കഴിയുകയായിരുന്ന സീതാദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, ദേവി, അവിടുന്ന് ഒരു വിധത്തിലും ദുഃഖിക്കരുത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒട്ടും വൈകാതെ ദേവിയെ കൊണ്ടുപോകും. ദുഷ്ടനായ രാവണൻ്റെ അഹങ്കാരം നശിപ്പിച്ച് രാക്ഷസന്മാരെ ഉന്മൂലനം വരുത്തി ദേവിയെ സന്തോഷത്തോടെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രഭു. രാവണ സോദരനായ വിഭീഷണൻ ശ്രീരാമപ്രഭുവിൻ്റെ ഭക്തനാണ്. അവൻ്റെ സഹായവും നമുക്കുണ്ടാകുന്നതാണ്. ദേവിയുടെ അഭാവം ഭഗവാനെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. അതിനാൽ അവിടുത്തെ ഈ ദാസൻ പോകുകയാണ്. സീതാദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച ഹനുമാൻ ലങ്കയിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ രാവണൻ്റെ കൽപ്പനപ്രകാരം രാക്ഷസന്മാർ ഹനുമാനെ പിടിച്ചുകെട്ടുകയും വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീ കത്തിക്കുകയും ചെയ്തു. രാക്ഷസന്മാരുടെ പിടിയിൽ നിന്നും മോചിതനായ ഹനുമാൻ ലങ്കാനഗരത്തെ ചുട്ടെരിക്കുകയും വിജയശ്രീ ലാളിതനായി മടങ്ങിപ്പോവുകയും ചെയ്തു. രാമേശ്വരത്ത് ലിംഗപ്രതിഷ്ഠ നടത്തുന്നതിനായി ഭഗവാൻ ഹനുമാനെ കൈലാസത്തിലേക്ക് അയച്ചു. നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തം വന്നു ചേർന്നിട്ടും ഹനുമാനെ കാണാതായപ്പോൾ ശ്രീരാമൻ മണ്ണുകൊണ്ടൊരു ശിവലിംഗം നിർമ്മിച്ചു. പ്രതിഷ്ഠ നടത്തിയ സമയത്താണ് ഹനുമാൻ ഒരു ശിവലിംഗവുമായി അവിടെ എത്തിച്ചേർന്നത്. താൻ സ്ഥാപിച്ച മണ്ണുകൊണ്ടുള്ള പ്രതിഷ്ഠ മാറ്റി ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗത്തെ സ്ഥാപിക്കാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. ഭഗവാൻ സ്ഥാപിച്ച ലിംഗം എടുക്കാൻ ഹനുമാൻ വളരെ പണിപ്പെട്ടിട്ടും അത് ഇളക്കാൻ ഹനുമാന് സാധിച്ചില്ല. ഒടുവിൽ ഹനുമാൻ തൻ്റെ വാലുകൊണ്ട് ശിവലിംഗത്തെ മുറുക്കി പൊക്കി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഹനുമാൻ്റെ വാല് മുറിഞ്ഞു. ദുഃഖിതനായ ഹനുമാനെ ശ്രീരാമൻ ആശ്വസിപ്പിച്ചു. ആ ശിവലിംഗത്തെ അടുത്തൊരിടത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അശ്വമേധം നടത്തി. യാഗാശ്വത്തെ ഗൗതമമുനിയുടെ ആശ്രമ പ്രാന്തത്തിൽ വെച്ച് രാമപുത്രന്മാരായ ലവകുശന്മാർ ബന്ധിച്ചു. ഇക്കാര്യം അറിഞ്ഞ് ദ്രുതഗതിയിലെത്തിയ ഹനുമാനെയും ആ ബാലകന്മാർ പിടിച്ച് വരിഞ്ഞു കെട്ടി വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ആശ്രമത്തിലെത്തിയ ഹനുമാൻ നിരന്തരം രാമമന്ത്രം ഉരുക്കഴിക്കുന്നതും
മനം നൊന്ത് കരയുന്നതും സീതാദേവി കേൾക്കാനിടയായി. ദേവിയുടെ മനസ്സിൽ സംശയമുദിച്ചു. ഭയഭക്തി ബഹുമാനങ്ങളോടെ വിഷാദ മനസ്സുമായി രാമജപം ജപിക്കുന്നതാരാണെന്നറിയാൻ ദേവി ഹനുമാനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആശ്രമാങ്കണത്തിലെത്തി. ഹനുമാനെയാണ് തൻ്റെ പുത്രന്മാർ ബന്ധിച്ചിട്ടിരിക്കുന്നതെന്നറിഞ്ഞ ദേവി ഉടനെ അദ്ദേഹത്തെ മോചിപ്പിച്ചു. രാമാവതാരത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ മഹത്വവും പരിപൂർണമായി ഗ്രഹിച്ചറിഞ്ഞ ഹനുമാൻ വൃദ്ധനായി തീർന്നു. അദ്ദേഹം കദളീവനത്തിൻ്റെ കാവൽക്കാരനായി ദിനങ്ങൾ കഴിച്ചു പോന്നു. അക്കാലത്ത് പാണ്ഡവരിൽ ബലവാനായ ഭീമൻ ദ്രൗപദിയുടെ അപേക്ഷപ്രകാരം കല്യാണ സൗഗന്ധിക പുഷ്പം പറിക്കുവാനായി അവിടെ വന്നു. ഹനുമാനെ കണ്ട ഭീമൻ അദ്ദേഹത്തെ വാനരനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും അങ്ങനെ അവർ തമ്മിൽ ഉഗ്രമായി പോരാടുകയും ചെയ്തു. ആ പോരാട്ടത്തിൽ 1000 ഗജവീരന്മാരുടെ ശക്തിയുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന ഭീമൻ ഹനുമാനോട് പരാജയപ്പെടുകയും ചെയ്തു. പരാജിതനായ ഭീമൻ ഹനുമാന്റെ ജീവിതകഥ ചോദിച്ച് മനസ്സിലാക്കുകയും തനിക്ക് വായുദേവൻ പിതൃസ്ഥാനീയനാണെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ ഭീമൻ സന്തോഷസമേതനായി അദ്ദേഹത്തെ വന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. കയ്യിൽ വജ്രമേന്തിയ നിലയിലും നിൽക്കുന്ന സ്ഥലത്തെ സ്വന്തം കാലുകൊണ്ട് പീഡനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിലയിലുമാണ് ഹനുമാനെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കേണ്ടതെന്നാണ് അഗ്നിപുരാണം അനുശാസിക്കുന്നത്. കലിയുഗത്തിലെ കൽമഷം തീർക്കുന്നതിന് ഹനുമാനെ ആരാധിക്കുന്നത് അനുഗ്രഹമായി തീരുമെന്നാണ് വിശ്വാസം. ആത്മബലം വർദ്ധിക്കുന്നതിനും ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനത്തിനും വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഉണ്ടാകുന്നതിനും ഹനുമാനെ പൂജിക്കുന്നത് നല്ലതാണ്. ഇതോടുകൂടി ഹനുമാവതാര കഥ എന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. താങ്ക് യു.